ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ. എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ്, മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു. പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ, മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ. പ്രസിംഗ്, ലാമിനേഷൻ, കട്ടിംഗ്, എഡ്ജ് ബാൻഡ്, മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ്, സോമിൽ, ഫർണിച്ചർ മാനുഫാക്ചറിംഗ്, ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഇന്റീരിയർ ചെയ്യുന്നവർക്ക് 3D ഡ്രോയിങ്ങും, ജോബ് വർക്ക് തരുന്നവർക്ക് കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ ഡ്രോയിങ്ങും സൗജന്യമായി ചെയ്തു നൽകുന്നു. നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കണ്ട് ഫീൽ ചെയ്യാൻ കഴിയുമെന്നത് എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സിന്റെ മാത്രം പ്രത്യേകത. എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ്, മുഗാരിക്കുന്ന, ചേലക്കര. ഫോൺ 6282853606. ക്വാറിയിൽ നിന്നുള്ള വാഹനങ്ങളുടെ ദുരിതവും റോഡിന്റെ ശോചനീയ അവസ്ഥയും. പാഞ്ഞാളിൽ റോഡ് തടഞ്ഞ് നാട്ടുകാർ. ആലിൻചുവട് ചൂനിക്കാട് റോഡാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. തൊട്ടടുത്ത പിഞ്ചുകുഞ്ഞുങ്ങൾ എത്തുന്ന അംഗൻവാടിയുണ്ടെന്നും പൊടിശല്യം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ലെന്നും നാട്ടുകാരുടെ പരാതി. പൊടിയുടെ പ്രശ്നം കാരണമാണ് ഇപ്പോൾ നമ്മൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തത്. അതായത് ഇവിടെ അടുത്തുള്ള ഈ അംഗനവാടി, അതേപോലെ കുട്ടികളുടെ ഭയങ്കര അസുഖമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും തന്നെ കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ ഇപ്പോൾ 2 കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ചേട്ടാ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും അല്ല ഞങ്ങൾക്ക്. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ആൾക്കാരെ ഞങ്ങൾ നമുക്ക് നിലവിൽ ഈ റോഡ് വൃത്തിയായി കിട്ടണം. ഞങ്ങൾക്ക് മാലക്കുളം ഭാഗത്താണ് കാരണം അംഗൻവാടിയിൽ കുട്ടികളോട് നിലവിലുണ്ട്. പിന്നെ മറ്റുള്ള വേറെ നമുക്ക് ഉണ്ടായിരുന്നു. അംഗൻവാടിയാണ് ഇവിടെ നടക്കുന്നത്. ആ അംഗൻവാടി കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ പാത്രത്തിൻ്റെ മുകളിൽ പൊടിപടലങ്ങളാണ്. അതുപോലെ ഓരോ വീട്ടിലും ഓരോ വീട്ടുകാർ പോയിട്ട് എവിടെ പോയിട്ട് പരാതി, ചെറുകുത്തി പോലീസിൽ പരാതി പറഞ്ഞിട്ടോ എന്താ എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടോന്നല്ല അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഈ പൊടിപടലങ്ങൾ ഇത്ര ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ വരെ നോക്കി കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥ ഓരോ വീട്ടിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടോ പരാതി പറയണത്, ശരിക്കും പരാതി പറഞ്ഞാൽ എന്താ നമുക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് അറിയുന്നില്ല. നല്ലതാണ്, കാരണം എന്താ ഇതിൽ കുറച്ച് കുട്ടികളാണ് പഠിക്കുന്നത്. ഏകദേശം ഒരു അംഗൻവാടി പഠിക്കുന്ന കുട്ടികളെ പ്രായം അറിയാലോ. അപ്പോൾ ഈ വഴി പോകുന്ന വാഹനങ്ങളുടെ ഈ ടോർച്ച് 12 16 അതിലേറെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തുക. അതായത് ജനങ്ങളുടെ വെല്ലുവിളി രാത്രി 2 മണിക്ക് 1 മണിക്ക് 12 വീലിൽ 10 25 എണ്ണം പോവുക. ഇത് ഈ വഴി കൂടെ സഞ്ചരിക്കാണ്. അപ്പം നമ്മളെന്താ ഈ നാട്ടുകാർ എന്താ ചെയ്യേണ്ടത്? ഒക്കെ ഞാനും ഡ്രൈവറാണ്. ഈ പറഞ്ഞ സ്ഥലത്തെ സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ പണിയെടുത്ത ഒരാളും കൂടിയാണ്. ഇപ്പൊ നിലവിൽ കോറി വരാൻ പോവാത്രേ നിലവിൽ എങ്ങനെയെങ്കിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. എങ്ങനെ രാത്രി 12 ഒരു നാട്ടിൻ പുറത്ത് കൂടെ ഈ രാത്രി നേരം വെളുക്കോളം ചെറിയ കുട്ടികളൊക്കെ ഞെട്ടിയാണ് വരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. റോഡ് പണി പാതി വഴിയിൽ നിർത്തിവെച്ചത് പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതം ഇരട്ടിയാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ ഈ പൊടി ഇത്ര ഇതിലുള്ള കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കത് അടക്കട്ടോ, ഈ പൊടി തട്ടി കഴിഞ്ഞാൽ ഭയങ്കര ശ്വാസമുട്ടലും തയ്യാറാണ്. ഞാൻ ഇപ്പോൾ ഈ സാധനം വെക്കാറില്ല. ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ സാധനം വെച്ചാൽ ഈ പൊടിയുടെ അലർജി കാരണം. ഈ മക്കൾ ചെറിയ മക്കളാണ് ഇവിടെ. നമുക്ക് ഈ മക്കൾക്ക് ഈ ബുദ്ധിമുട്ടാണത് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ വലിയ റോഡ് വികസനം വരുത്തി എന്ന് പറയുന്നുണ്ട്. എന്ത് റോഡ് വികസനം വ്യത്യാക്കണം വരും? കുറേ കല്ലിട്ട് അപ്പുറത്ത് അമർത്തി എന്ത് നമ്മുടെ ഈ കുടിവെള്ള പ്രശ്നത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾക്ക്. അല്ലാതെ ഇവിടെ ഒരു വികസനം വരുത്തിയിട്ടില്ല. ഇവർ കോറി പൊട്ടിച്ച് വല്ലാണ്ട് ഉണ്ടാക്കി വെച്ചു. ഈ കോരി അവിടുന്ന് എന്തെങ്കിലും സൂചന വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടി തെറിച്ച ഈ വശത്തുള്ള എല്ലാ വീടുകളും കംപ്ലീറ്റ് ആയിട്ട് പോകും. ആരും ഉത്തരവാദിത്വം പറയാം. ഭയങ്കര പൊടിയാ സാറേ. ഇവിടെ ഒരു രക്ഷയില്ല. ഇതിൽ ഇരിക്കാൻ പോലും വീട്ടിൽ ആ ഡോറ് പോലും ഞങ്ങളുടെ പെരയുടെ ഡോറ് പോലും തുറക്കാൻ മേല. അതുപോലെ പൊടിയായി ടിപ്പർ ഓടുന്നുണ്ട്. ടിപ്പറും മറ്റുള്ള വാഹനങ്ങൾ ഓടുമ്പോൾ ഭയങ്കര പൊടികളാണ്. ഒരു രക്ഷയില്ല. പിള്ളേർക്ക് ഒരു ആസ്മ വന്നാലോ നമുക്ക് എൻ്റെ വീട് തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ ചേച്ചിയുടെ പിള്ളേരുണ്ട്. 3 പിള്ളേർ അവർക്കുള്ളത്. അവർക്ക് പോലും ഈ പൊടി കൊണ്ട് പുറത്തിറങ്ങാൻ മേല. അത്ത അവസ്ഥയിൽ ഞാൻ കഴിഞ്ഞ ദിവസം സതേനിൽ ചെന്ന് നേരിട്ട് എന്ന കാര്യം പറഞ്ഞപ്പോൾ ആ ഓഫീസിൽ ഇരിക്കുന്നവർ പറഞ്ഞാലെന്നറിയോ, ഈ റോഡ് അവർ സ്റ്റേ ചെയ്തിരിക്കുന്ന റോഡാണ്, അതുകൊണ്ട് സ്റ്റേ ഒഴിവാക്കിയിട്ട് തരുവാണെങ്കിൽ ഞങ്ങൾ റോഡ് നനച്ചു തരാമെന്ന് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് മേലഴിയാൻ മാറണ്ടേ? എന്തുമാത്രം കുഞ്ഞുങ്ങളുള്ള. ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ ജമാലുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ച റോഡ് തുറന്നു നൽകി. പൊതുജനങ്ങൾക്ക് പറഞ്ഞ പോലെ ഒരു പ്രശ്നം തന്നെയാണ്. ഭയങ്കര പൊടിയാണ് വണ്ടിയൊക്കെ പോകുന്നത്. പൊതുജനങ്ങൾക്ക് മാത്രമല്ല മൊത്തത്തിൽ
ഇത് വണ്ടി പോലെ മാറ്റിക്കോ. പറഞ്ഞ വാക്കെന്നറിയോ, ഇതേ സ്റ്റേ ചെയ്ത വഴി ഞങ്ങൾക്ക് നനയ്ക്കാൻ അധികാരമില്ല. അങ്ങനെ അവർ പറഞ്ഞു. അവിടെ ഓഫീസിൽ ഇരിക്കാൻ ഞാനവിടെ ലോഡ് എടുക്കാൻ വേണ്ടി പോയാ, എന്നാലാണ് ഞാൻ ചോദിച്ചത്. വെള്ളം നനയ്ക്കാനടക്കമുള്ള നടപടികളടക്കം എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പോലീസ് നൽകിയ ഉറപ്പിന്മേൽ താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. 49,999 രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരവസരം. ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, LED ഹെഡ്ലൈറ്റ്, വിശാലമായ സ്റ്റോറേജ് സ്പേസ്, ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത. അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ്, ഉദുവടി, ചേലക്കര. ഫോൺ 6238627700 9567597700.